രമേശ് ചെന്നിത്തല ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ സംപ്രേഷണം. ഈ ഹർത്താൽ നിയന്ത്രണ ബില്ല് നേരത്തെ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗം ഈ നിയമസഭയിൽ അത് അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. വിഷയനിർണ്ണയ കമ്മിറ്റി കൂടി ദിവസം ഏതാണ് എന്ന് തീരുമാനിക്കേണ്ടതായിട്ടാണ് ഉള്ളത്. സമാധാനപരമായി നടത്തുന്ന പ്രതിഷേധങ്ങളെയും അഭിപ്രായ പ്രകടനങ്ങളെയും നിയന്ത്രിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ തന്നെ മറ്റുള്ളവരുടെ പൗരസ്വാതന്ത്ര്യത്തെ ഉറപ്പുവരുത്തുന്ന ഒരു നിയമനിർമ്മാണമാണ് ഇതുകൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. വ്യവസ്ഥാപിതമായ രീതിയിലുള്ള ജീവനക്കാരുടെ സമരങ്ങൾ, ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ മുതലായ കാര്യങ്ങൾ ഹർത്താലിൻ്റെ പരിധിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഈ നിയമത്തിലൂടെ ന്യായമായ സമരമാർഗങ്ങൾ ഒരു കാരണവശാലും പരിമിതപ്പെടുത്തുന്നതല്ല. ജനങ്ങളുടെ പ്രതിഷേധത്തെയും വ്യത്യസ്ത അഭിപ്രായങ്ങളെയും മാനിക്കുന്ന ഒരു ഗവൺമെൻറ് തന്നെയാണിത്. ഈ ബില്ലിനെ സംബന്ധിച്ചൊരു കരട് രൂപം തയ്യാറാക്കി വെബ്സൈറ്റിൽ ഞാൻ കൊടുത്തിരുന്നു. ഏതാണ്ട് 25 ലക്ഷത്തിലധികം ആളുകളാണ് ഈ വെബ്സൈറ്റ് കണ്ടത്. ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ അവരുടെ അഭിപ്രായങ്ങൾ എഴുതുകയുണ്ടായി. അതിൽ ഏതാണ്ട് ഒട്ടുമുക്കാലും ആളുകളും ഗവൺമെൻറ്റിൻ്റെ ഈ പുതിയ നീക്കത്തെ അനുകൂലിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. ഫേസ്ബുക്കിലൂടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി ഗവൺമെൻറ് ബില്ലിൻ്റെ ചർച്ചാവേളയിൽ പരിഗണിക്കുന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം ആരായാൻ വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാർക്കും ഞാനിത് സംബന്ധിച്ച് കത്തുകൾ അയക്കുകയുണ്ടായി. ചിലരൊക്കെ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകന്മാർ, പത്രലേഖകർ, സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സമുന്നതരായ വ്യക്തികൾ, അവർക്കെല്ലാവർക്കും ഞാൻ തന്നെ കത്ത് അയക്കുകയും അവരുടെ അഭിപ്രായം തേടുകയും ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ നല്ല സജഷൻസ് നൽകിയിട്ടുമുണ്ട്. ഇത് കുറേ കൂടി വ്യാപകമായി പൊതുജന അഭിപ്രായം തേടാൻ വേണ്ടി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പായി സംസ്ഥാനത്തെ 19 ജില്ലാ പോലീസ് മേധാവികളുടെ നേതൃത്വത്തിൽ 19 പോലീസ് ജില്ലകളിൽ ഇത് സംബന്ധിച്ച സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, പത്രപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരുടെ എല്ലാം പങ്കാളിത്തം ജില്ലാ പോലീസ് ഉറപ്പുവരുത്തുന്നതാണ്. അതുപോലെ 28-ാം തീയതി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് ബോക്സ് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒറ്റ ദിവസം, അന്നേ ദിവസം പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഈ ബോക്സിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിക്ഷേപിക്കാവുന്നതാണ്. ഇരുപത്തിയെട്ടാം തീയതി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ സജഷൻസ് ബോക്സ് വെക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലുള്ള റിപ്പോർട്ടുകൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പിറ്റേ ദിവസം തന്നെ എത്തിക്കുകയും ചെയ്യുന്നതാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു നിയമനിർമ്മാണത്തിന് എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ സംസ്ഥാനത്ത് വാണിജ്യ വ്യാവസായിക രംഗങ്ങളിലെ പുരോഗതി, മൂലധന നിക്ഷേപത്തിന് വരുന്ന ആളുകൾക്കുണ്ടാകുന്ന അകൽച്ച, സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിനുണ്ടാകുന്ന ഭീഷണി, ഇതെല്ലാം വ്യവസ്ഥാപിതമായ നിലയിൽ തന്നെ നിയന്ത്രിക്കാനുള്ള
ഫലപ്രദമായ ഒരു നിയമനിർമ്മാണമാണ് ഈ ഹർത്താൽ നിയന്ത്രണ ബില്ലിലൂടെ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ബില്ല് കൂടി ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ബ്ലാക്ക് മാജിക്, മന്ത്രവാദികൾ, ബ്ലാക്ക് മാജിക്, അതോടൊപ്പം തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിലുള്ള മാന്ത്രിക നടപടികൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എന്നിവയെ നിയന്ത്രിക്കാൻ ആവശ്യമായൊരു ബില്ലും ആഭ്യന്തര വകുപ്പിൻ്റെ പരിഗണനയിലുണ്ട്. ചില ടെലിവിഷൻ ചാനലുകളിൽ മായാമോതിരം, മാല ഇതൊക്കെ ധരിച്ചാൽ ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ, ആളുകളെ കബളിപ്പിക്കുന്ന നടപടികൾ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രൊമോട്ട് ചെയ്യത്തക്ക നിലയിലുള്ള നീക്കങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കത്തക്ക നിലയിലാണ് ഒരു ബില്ല് തയ്യാറാക്കി വരുന്നത്. പക്ഷേ ആ ബില്ല് വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമാക്കും, പൊതുജനങ്ങളുടെ അഭിപ്രായം തേടും, പത്രപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ തേടും, സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളുമായി ചർച്ച ചെയ്തതിന് ശേഷമേ അത്തരമൊരു ബില്ല് നിയമസഭയിൽ കൊണ്ടുവരികയുള്ളൂ. ഒരു ബില്ല് തയ്യാറായി വരികയാണ്. ഓപ്പറേഷൻ സുരക്ഷ 1,32,421 പേരെയാണ് ഇന്ന് രാവിലെ വരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് തിരുവനന്തപുരം റേഞ്ചിൽ 33,590 പേരെയും, എറണാകുളം റേഞ്ചിൽ 26,172 പേരെയും, തൃശ്ശൂർ റേഞ്ചിൽ 30,521 പേരെയും, കണ്ണൂർ റേഞ്ചിൽ 47,138 പേരെയുമാണ് വിവിധ കേസുകളിലായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഗുണ്ടകൾ, മാഫിയ പ്രവർത്തനം നടത്തുന്നവർ, അതുപോലെ തന്നെ തസ്കര സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ, ലോങ് പെൻഡിങ് വാറണ്ടുള്ള ആളുകൾ, പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് നടക്കുന്ന കൊടും കുറ്റവാളികൾ എന്നിവരെല്ലാം ഇതിൽ വരുന്നുണ്ട്. ബ്ലേഡ് മാഫിയക്കെതിരായിട്ടുള്ള റെയ്ഡുകളും ഇപ്പോൾ പരാതികൾ കിട്ടുന്നതിനനുസരിച്ച് ആ പരാതികളുടെ നിജസ്ഥിതി പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 3,237 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2,133 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4,54,614 രൂപ ഇതിനകം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായിട്ടുള്ള റെയ്ഡുകൾ അതെ ഉണ്ട്. അതെ എല്ലാം ഉണ്ട്. നേരത്തെ ഉണ്ട്, എൻ്റെ വെബ്സൈറ്റ് ഞാനത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയാഞ്ഞത്. ഇതെല്ലാം അതുപോലെ നിലനിൽക്കുന്നുണ്ട്. അതിനകത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അതെന്ത് വേണമെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡെറിലക്ഷൻ ഓഫ് ഡ്യൂട്ടി പോലീസിൻ്റെ ഭാഗത്തുണ്ടായാൽ അവർക്കൊരു ഫൈൻ അടയ്ക്കണം എന്നുള്ളത്, അത് ചില വേണ്ട എന്നുള്ള അഭിപ്രായമുണ്ട്. അതൊന്ന് ചർച്ച ചെയ്തിട്ട് ശേഷമേ ആ ഒരു ക്ലോസ് പരിശോധിക്കുകയുള്ളൂ. ഇത് ഈ അസംബ്ലി സമ്മേളനത്തിൽ കൊണ്ടുവരും. അസംബ്ലി പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ നിലവിൽ വരുമല്ലോ. അത് കഴിഞ്ഞ് പാസ്സാക്കും. ഈ സെഷനിൽ പാസ്സാക്കും. ഈ സെഷനിൽ തന്നെ ഈ ഹർത്താൽ നിയന്ത്രണ ബില്ല് പാസ്സാക്കും. അനുകൂലമാണ്. പൊതുവെ അനുകൂലമായിട്ട് തന്നെയാണ്. അതെ. അല്ല, കേരളത്തിൽ അസൻ മാത്രമല്ല, അസൻ മുന്നോട്ടിറങ്ങി ധാരാളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സമരരംഗത്തും പ്രതിഷേധവും. അപ്പോൾ അതെല്ലാം കൂടി പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഇത്തരം അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നിയന്ത്രണം വേണമെന്ന് ആലോചിച്ചിട്ടുള്ളത്. തീർച്ചയായും ഉണ്ട്. അത് നോക്കിയാൽ അത് കാണാൻ പറ്റും. എല്ലായിടത്തും ഉണ്ട്. ഇല്ല, ആ പരിപാടി നടക്കത്തില്ല. അത് ബന്ദ് മാറ്റി ഹർത്താലാക്കിയത്. ഇപ്പം ബന്ദില്ലല്ലോ. സുപ്രീം കോടതി ബന്ദ് പറ്റില്ല, ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ എല്ലാവരും അങ്ങ് ഹർത്താലാക്കി.
അല്ല, ഹർത്താൽ എന്ന് പറയുന്നതിനകത്ത് നിർവചനത്തിൽ ഡെഫിനിഷനിൽ അതെല്ലാം പറയുന്നുണ്ട്. ഹർത്താൽ എന്താണ് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായി എന്തോ നമുക്കൊന്നോ അല്ല, അങ്ങനെയില്ല. ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ ഒരു പണിമുടക്ക് നടത്തുന്നതിന് നമുക്ക് അവർ വ്യവസ്ഥാപിതമായ, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ട്രേഡ് യൂണിയനുകൾ ഒരു അത്യാവശ്യമായ ഒരു തൊഴിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്നതൊന്നും ഇതിൻ്റെ ഒരു പ്രിവ്യൂവിൽ വരുന്നില്ല. അല്ല, അങ്ങനെ വരുന്ന അനാവശ്യമായ ഇപ്പം വൈകുന്നേരം 6 മണിക്ക് ഹർത്താൽ പ്രഖ്യാപിച്ചോളെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കോളേജിൽ പോകേണ്ടവർക്ക്, സ്കൂളിൽ പോകേണ്ടവർക്ക്, ജോലിക്ക് പോകേണ്ടവർക്ക്, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി നോക്കി വെക്കുന്ന ആ കടക്കാർക്ക് ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതിനൊരു നിയന്ത്രണം ഉണ്ടാകുക, അല്ലാണ്ട് കംപ്ലീറ്റ് എല്ലാവരുടെയും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള പദ്ധതിയില്ല. ഹർത്താൽ നിരോധനമില്ല, ഇത് ഹർത്താൽ നിയന്ത്രണമില്ലാണ്. ഏത് ചെറിയ പാർട്ടിയും ഒരു സ്വാധീനമില്ലാത്ത വ്യക്തികളും ഇന്നിപ്പോൾ ഹർത്താൽ ആഹ്വാനം ചെയ്താൽ എല്ലാവരും ഒരു ഹോളിഡേ എന്നുള്ള മട്ടിൽ അതിനോട് അങ്ങ് അംഗീകരിക്കുകയാണ്. അത് മാറണം. ആക്ച്വലി അത് നമ്മൾ ഒരു ചർച്ച വെച്ചതാണ്. ആ ചർച്ച ഇൻകൺക്ലൂസീവാണ്. ചർച്ച നടത്തിയതാണ്. ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഇങ്ങനെയുള്ള സമരങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ MG റോഡിൽ എന്നും ഗതാഗത തടസ്സം ഉണ്ടാകും. അതിപ്പം ഈ ഗവൺമെൻറ് കാലത്ത് മാത്രമല്ല, എല്ലാ ഗവൺമെൻറ് കാലത്തുണ്ട്. ഇപ്പം ബംഗാൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആർക്കും സമരം ചെയ്യാൻ പറ്റില്ല. 144 ആണ്. അതിന് സമരം ചെയ്യാൻ പ്രത്യേക സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ അതിന് കേരള ഹൗസിനടുത്തുള്ള ജന്തർ മന്ദർ റോഡിലാണ് എല്ലാ സമരങ്ങളും ഉള്ളത്. അല്ലാണ്ട് ആർക്കും രാഷ്ട്രപതി ഭവൻ്റെ മുമ്പിലോ പാർലമെൻറ്റ് മുമ്പിലോ സമരം ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലും ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടെ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ് നല്ലത്. പക്ഷെ അതിനൊരു കൺസെൻസസ് വേണം, അല്ലാണ്ട് നമ്മൾ അത് അടിച്ചേൽപ്പിക്കാൻ കഴിയത്തില്ല. എല്ലാവരും കൂടി സഹകരിച്ചാലേ അത് നടപ്പാക്കാൻ കഴിയുള്ളൂ. അല്ല, അതെനിക്കറിയില്ല. ഇല്ല, അത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി തന്നെ ആ കാര്യത്തിൽ എന്തോ അദ്ദേഹം പ്രതികരിച്ചു. ഇല്ല, അത് നമ്മൾ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ലീഗൽ നടപടിക്ക് വേണ്ടി അല്ല നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ അമ്പലത്തിൽ പൂജ നടത്തുന്നതിന് നമ്മളെതിരല്ല. അല്ല, അത് ഞാൻ പറഞ്ഞത് അതല്ല. നമ്മൾ ഈ ബില്ല് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തടയാൻ വേണ്ടിയ ഒരു ബില്ലാണ്. ഈ ബില്ല് ആദ്യമായി അവതരിപ്പിച്ചത് പാസ്സാക്കിയതുമായ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. പക്ഷെ അത് ഇപ്പോഴും മഹാരാഷ്ട്രയിൽ പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല. അതിനുവേണ്ടി വാദിച്ച ഒരാളിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. എന്താ പേര്? അപ്പോൾ അതുകൊണ്ട് പൻസാരെ അല്ലേ, പൻസാരെ. അപ്പം നമ്മൾ ഇതൊരു പൊതു സമൂഹത്തിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. വ്യാജ സിദ്ധന്മാരും വ്യാജ ആളുകളും ഇത് ആളുകളെ കബളിപ്പിക്കുന്നു. ഇത് ധാരാളം പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നിയമത്തെപ്പറ്റി ഗവൺമെൻറ് ആലോചിക്കുന്നത്. അതൊരു പ്രിലിമിനറി സ്റ്റേജിൽ മാത്രമാണ്. ആലോചനയുണ്ട്, ചർച്ചകളുണ്ട്. ഞങ്ങളുമായിട്ടും ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം ഇക്കാര്യത്തിൽ. അല്ല, അത് നിയമം വന്നാലല്ലാതെ നിരോധിക്കാൻ പറ്റുമോ? ഇപ്പോൾ ചാനലിലൊക്കെ വരുന്നുണ്ട്, ഈ മോതിരം ധരിച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാ ടി വിയിലും, ജനം ടി വിയിലും ഉണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതെന്നാണ് അറിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പോലീസ് നിയമപരമായ നടപടികൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. അത് ശരിയല്ല, അങ്ങനെ അവാസ്തവമാണ്. പിന്നെ അതുകൂടെ അന്വേഷിച്ചോട്ട്, ഒരു പ്രശ്നം. അതൊന്നും ശരിയല്ല. അങ്ങനെ ഔദ്യോഗിക സീലൊന്നുമില്ല. ഇനി ആർക്കും കേരളത്തിൽ ആരുടെ സീൽ ഉണ്ടാക്കാൻ പറ്റാത്തത്.
എൻ്റെ ഓഫീസിൽ ഞാൻ ചെന്നാൽ 100 കണക്കിന് ആളുകൾ ഒരു ഹരിപ്പാട് ആരെല്ലാം വന്നു പോയെന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ ഓഫീസിനൊരു ബന്ധവുമില്ല. പിന്നെ അതുണ്ടെങ്കിൽ അതുകൂടെ അവർ അന്വേഷിച്ചോട്ടെ. പിന്നെ മന്ത്രിയുടെ ഓഫീസ് സീലടിച്ചാൽ ജോലി കിട്ടുമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്നാൽ പിന്നെ ഇവിടെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം മന്ത്രിയുടെ ഓഫീസ് സീലടിച്ചാൽ മതിയല്ലോ. പോലീസിൻ്റെ സീലൊന്നും അങ്ങനെ പോയിട്ടില്ല, PSCയുടെ സീലും പോയിട്ടില്ല. ഇതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അത് ആർക്കെങ്കിലും സീലെടുത്ത് കൊടുത്തുകൂടെ? അതൊക്കെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. അതെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഏതാണ്ട് 8ഓളം പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതേ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ആരാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കട്ടെ. അല്ല, ആരെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മളല്ലോ പറയേണ്ടത്. അത് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചോട്ടെ. വെയിറ്റ് ചെയ്യ്, തിരക്ക് പിടിക്കാതെ. ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ മനസ്സിലാവും, ജനങ്ങൾക്ക് മനസ്സിലാവും. അത് നമുക്ക് നോക്കാം. ഉണ്ടെന്ന് അത് പുറത്ത് വരട്ടെ. ഏത് അന്വേഷണം നടന്നാൽ ഞാൻ അനുകൂലമാണ്. ഏതൊരു അന്വേഷണം നടത്തുന്നതിനും ഞാനെതിരല്ല. പക്ഷേ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സംസ്ഥാനത്തെ മന്ത്രി, ആ മന്ത്രിയുടെ പേര് അവിടെയൊക്കെ 100 കണക്കിന് ആളുകൾ വരുന്നുണ്ട്. ആരാ വരുന്നത്? ഏതെങ്കിലും, ഞാനിത് പറയാനിരുന്നതല്ല, നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ തട്ടിപ്പിന് വിധേയമാകുന്ന ആളുകൾ ആരുടെയെങ്കിലുമൊക്കെ പേരങ്ങ് പറയുക, അതിൻ്റെ പിന്നാലെ കുറേ മാധ്യമങ്ങൾ ഇറങ്ങുക, ശരിയല്ല. വളരെ എളുപ്പമാണ് പറയാൻ. തട്ടിപ്പ് നടത്തി ആളുകളിൽ നിന്ന് പണം വാങ്ങിച്ച് നടക്കുന്ന ആളുകൾ മന്ത്രിയുടെ പേര് പറയുക, മുഖ്യമന്ത്രിയുടെ പേര് പറയുക, അല്ലെങ്കിൽ വേറൊരാളുടെ പേര് പറയുക, IASകാരുടെ പേര് പറയുക, വളരെ എളുപ്പമാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു ബാർബറുടെ നിയമനത്തിന് ഞാൻ പൈസ വാങ്ങിക്കുന്ന ആളാണ്? അല്ല, ഒരു മിനിറ്റ്, ഒരു പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? ഒരു സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര മന്ത്രിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? എൻ്റെ ആഫീസിലെ സീലടിച്ചാൽ ആർക്കാണ് നിയമനം കിട്ടുന്നത്? ഇത്ര തരംതാണ നിലയിൽ വളരെ വളരെ ദുഃഖമുണ്ട്. ഇങ്ങനെ പറയുന്നത് ഇത് ഒരു പുതിയ ഫാഷനായിരിക്കുകയാണ്. ആ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ ആരുടെയും പേരങ്ങ് പറഞ്ഞേക്കാം, കൊടുക്കാൻ മാധ്യമങ്ങളുണ്ടെങ്കിൽ പിന്നെ എളുപ്പമല്ലേ? ഇതെല്ലാം ക്ലാരിഫൈ ചെയ്യേണ്ട ജോലി നമുക്കാണ് വരുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് ഒന്നും പറയാറുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും നിയമനം കിട്ടിയിട്ടുണ്ടോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ഇതൊക്കെ വളരെ തെറ്റായ നടപടിയാണ്, ശരിയല്ല ഇതൊന്നും. പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് എഴുതിയിട്ടില്ല, കാരണം അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. എത്ര വില കുറഞ്ഞ നടപടിയാണിത്. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വീട്ടിൽ മന്ത്രി സീലടിച്ചാൽ ഇവിടെ ജോലി കിട്ടുന്നത്? മന്ത്രിയുടെ ഓഫീസിൽ ആരെങ്കിലും പരാതി കൊണ്ടെത്തുന്നത് ഞാൻ അതിനകത്ത് കൺസേൺഡ് ആളിന് കൊടുക്കും. എല്ലാവരും അങ്ങനെ കൊടുക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമാണ്. ഇതൊന്നും മാധ്യമ പ്രവർത്തനമല്ല, ഏത് പാർട്ടിയുടെ മാധ്യമമാണല്ലോ. പോലീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പം നമ്മൾ PSC തന്നെയാണ് അതിന്. അതെ, ഇല്ല, PSC ആണ് ഒരു വിശ്വസ്ത സ്ഥാപനം എന്നുള്ളത്. PSCയിലൂടെ അങ്ങനെ ഒരു ബോർഡെന്നൊരു പ്രപ്പോസൽ പണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ ബോർഡിനെ പറ്റി ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല. കാരണം അതിനേക്കാൾ നല്ലത് PSC ആണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വെള്ളാപ്പള്ളിയുടെ ജാഥ നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിലുള്ള വിഭാഗീയത ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ. ശ്രീനാരായണ ഗുരുദേവ തത്വങ്ങൾക്കും ആശയങ്ങൾക്കും എതിരായിട്ടുള്ളൊരു ജാഥയാണത്. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താനും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ വളരെ ദൗർഭാഗ്യകരമാണ്. മാത്രമല്ല, വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലൊരു പാർട്ടി ഉണ്ടായാൽ അതിനെ സ്വീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ നിരവധി തവണ ശ്രീനാരായണ ഗുരുദേവ സ്ഥാപനങ്ങളിൽ ഇതുപോലെ RSSും BJPയും കടന്നു കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊന്നും ആരും അത് അനുവദിച്ചിട്ടില്ല. ഇത് മോഡിയും അമിത്ഷായുടെയും റിമോട്ട് കൺട്രോളിലാണ് ഇപ്പോൾ ഈ ജാഥ നടക്കുന്നത്. RSSൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ജാഥയാണിത്. ഈ ജാഥയെ കേരള പൊതുസമൂഹം
തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ ജാഥയിൽ ജാഥയ്ക്കും ഈ രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. ഇത്തരത്തിൽ ജനങ്ങളെ വർഗീയമായ ചേരിതിരിവ് നടത്തുന്നത് വളരെ അധികം അപലപനീയമായ ഒന്നാണ്. അത് വേറെ കാര്യം. നമ്മളിപ്പോൾ നാട്ടിൽ നടക്കുന്ന എല്ലാ ജാഥകൾക്കുമെതിരെ ലീഗൽ പ്രൊഫഷൻസ് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ലക്ഷ്യം ജനങ്ങൾ മനസ്സിലാക്കും. ഇത്തരത്തിൽ കേരളത്തിൽ ഒരു ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമം ഒരിക്കലും മതേതര മനസ്സുള്ള കേരളം അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യമല്ല. അത് പൊതുസമൂഹത്തിൻ്റെ യാതൊരു പിന്തുണയും അവർക്ക് ലഭിക്കുന്നില്ല. ജാഥകൾ അല്ല, ഞാൻ പറയട്ടെ, അതിനൊരു അംഗീകാരം ജനങ്ങൾ കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറയാം. ജാഥ വരുമ്പോൾ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. കാണുന്നുണ്ട്. ഞങ്ങൾ RSSൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അജണ്ടയാണിത്. അത് സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുക, അത് ശരിയല്ല. അതുകൊണ്ട് മതേതര വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും അതുകൊണ്ട് തന്നെയാണ് ഈ ജാഥയോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ചലനം ഈ ജാഥയ്ക്കോ ആ പാർട്ടിക്കോ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, ആ ജാഥയെ നമ്മൾക്ക് ഭയക്കേണ്ട കാര്യം എന്താണ്? ആ ജാഥയെ കോൺഗ്രസ് പാർട്ടിക്ക് ഭയക്കേണ്ട കാര്യം എന്താണ്? UDFന് ഭയക്കേണ്ട കാര്യം എന്താണ്? അതല്ല. പക്ഷേ സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും ശരിയല്ല. അത് ജനങ്ങൾക്കത് ബോധ്യമുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതല്ല, അന്നത് SNDPയുടെ നേതാവായിരിക്കുമ്പോൾ കാണുന്നതും വേറൊരു പാർട്ടി BJPയും RSSുമായി ചേർന്ന് പാർട്ടി ഉണ്ടാക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, അതല്ല നമ്മൾ പറഞ്ഞത്. നമ്മളങ്ങനെ അയിത്തവും അനാചാരമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഇപ്പം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇല്ല, മാറ്റിയത് ശരിയല്ല. അങ്ങനെ അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല. വളരെ മുമ്പ് അദ്ദേഹത്തിന് ട്രെയിനിങ് 3 ദിവസത്തേക്കേ ഉള്ളൂ. ഇപ്പോഴും അദ്ദേഹത്തിനാണ് അന്വേഷണ ചുമതല. ഇന്ന് വന്ന് കാണും, അല്ലെങ്കിൽ നാളെ വരും. ഒരു മാറ്റിയിട്ട് അത് ഹൈക്കോടതി 16-ാം തീയതി പറയുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ സ്വാമി ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അതിനാവശ്യമായിട്ടുള്ള അന്വേഷണ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഹൈക്കോടതിയിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അതിൻ്റെ വെളിച്ചത്തിലാണ്. പക്ഷേ FIR രജിസ്റ്റർ ചെയ്ത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യം സുപ്രീം കോടതി ആ ഉത്തരവ് റിസർവ് ചെയ്തിരിക്കുകയാണ്. അത് വന്നാലേ നമുക്ക് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും. അല്ല, ഹൈക്കോടതി പറഞ്ഞ അങ്ങനെയല്ല, പഴയ കാലത്ത് നടന്നതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം പുതിയ വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിൽ നേരത്തെ അന്വേഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്, തുടരന്വേഷണം. ആ തുടരന്വേഷണം മുന്നോട്ട് പോവുകയാണ്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെങ്കിൽ കോടതിയുടെ അന്തിമ വിധി വരേണ്ടി വരും. കോടതി പറയുന്നതനുസരിച്ച് നമുക്ക് ആ കാര്യത്തിൽ ചെയ്യാൻ കഴിയും. പക്ഷേ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം ഇപ്പോഴും നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അല്ല, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ കേസ് രജിസ്റ്റർ അതാണ് ചോദിച്ചത്, അരുൺ ചോദിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെങ്കിൽ കോടതി അന്തിമ വിധി പറഞ്ഞിട്ടില്ല. അത് പറയുമ്പോൾ അതിനെപ്പറ്റി തീരുമാനിക്കാൻ പറ്റുള്ളൂ.
ഒരു സമ്മർദ്ദവുമില്ല, ഒരു സമ്മർദ്ദത്തിനും വഴങ്ങത്തില്ല. നല്ല നിലയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതിനാവശ്യമായിട്ട് അതിൻ്റെ യഥാർത്ഥ പ്രതികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതിൻ്റെ തീരുമാനം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം, ഈ ഫയറിൻ്റെ കമാൻഡൻറ്റ് ജനറൽ, ആ ഒരു അവരുടെ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ ശേഷം ക്യാബിനറ്റ് ഒരു യുക്തമായ തീരുമാനമെടുക്കും. അല്ല, അത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റി പരിശോധിച്ച് അവരുടെ അഭിപ്രായം പറയട്ടെ ക്യാബിനറ്റിൽ. ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ക്യാബിനറ്റിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൊരു തീരുമാനം എടുക്കും. അതല്ല, അതിനെപ്പറ്റിയുള്ള വന്നപ്പോൾ ആ DGPയുടെ റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടക്കുകയാണ്. അതിന് നടപടികൾ മുന്നോട്ട് പോകും. ഇപ്പം അല്ല, അത് ചീഫ് സെക്രട്ടറിയാണ് അത് ഡീൽ ചെയ്യുന്നത്. എനിക്കത് അറിയില്ല. ചീഫ് സെക്രട്ടറി എന്ന് നോട്ടീസ് കൊടുത്തിരുന്നു. നോട്ടീസിൻ്റെ റിപ്ലൈ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പത്രത്തിൽ ഞാനും വായിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി മറ്റു വിവരങ്ങൾ അറിയില്ല. നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രവർത്തകന്മാർ, നേതാക്കന്മാർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് നമ്മളെത്തും. അതിനെപ്പറ്റിയൊന്നും തീരുമാനിച്ചിട്ടില്ല. അല്ല, അന്ന് ഒരു ദിവസം 4 ജില്ലയായിപ്പോയി, 5 ജില്ലയായിപ്പോയി. അതുകൊണ്ടൊരു ദിവസം മാറ്റി വെച്ചു. അതൊന്നും മറുപടി പറയേണ്ട ജോലി ഇപ്പം എനിക്കില്ലല്ലോ. മറുപടി പറയേണ്ട ആൾ ഞാനല്ലിപ്പോൾ. അത് നേരത്തെ ആയിരുന്നു. നേരത്തെ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ പറയും. ഇപ്പം ഞാനല്ല അതൊന്നും പറഞ്ഞു. ശരി.